സിജോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഏകദേശം പോകാറായി എന്നുള്ള കാര്യം. മുഖം മാറി, നല്ല വിഷമമുണ്ട് മുഖത്ത്. അപ്പം സിജോയ്ക്കും ടാറ്റ ബൈ ബൈ. സിജോയും വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, പക്ഷേ ഒരു പോയിന്റില് പാളിപ്പോയി. അപ്പൊ സിജോ തന്നെ പറയുന്നുണ്ട് അത് ഏത് പോയിന്റാന്ന് ഞാൻ നോക്കും, എവിടാണ് എനിക്ക് പിഴച്ചതെന്ന് നോക്കുമെന്ന്. അപ്പം നോക്കാനൊന്നുമില്ല, സായി ആയിട്ട് കൂട്ടുകൂടി പെങ്ങളുകുട്ടിയും കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സിജോയെ ആൾക്കാർ വെറുത്തുപോയി. അപ്പം നമുക്ക് നല്ല ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ സിജോ ഭയങ്കര നന്നായിട്ട് കളിച്ചു വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ നല്ലതായിട്ട് നിലപാടും കാര്യങ്ങളും എല്ലാം പറയുന്നതിലൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ നമുക്കറിയാം റോക്കി ആയിട്ടുള്ള പ്രശ്നം. അപ്പം ശരിക്കും സിജോ പോയപ്പോഴാണെങ്കിലും വെളിയിൽ പോയപ്പോഴാണെങ്കിലും നമുക്ക് സിജോ എങ്ങനെയും തിരിച്ചു വന്നാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം അത്രയൊരു ദയനീയമായ അവസ്ഥയിലാണ് പുള്ളി പോയത്. നമ്മൾ കണ്ടത് എങ്ങനെയാണ് പുള്ളി കണ്ടസ്റ്റൻ്റായിട്ട് അങ്ങോട്ട് വന്നതും ഇടി കിട്ടിയിട്ട് തിരിച്ചു വന്നപ്പോഴും അതിൻ്റെ ആ ഒരു ശരീരമൊക്കെ എത്ര ക്ഷീണിച്ച്. കാരണം ലിക്വിഡ് ഡയറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒത്തിരി സഫർ ചെയ്തിട്ടാണ് ആ ചെറുക്കൻ തിരിച്ചു വന്നത്. പക്ഷേ ഈ വൈൽഡ് കാർഡായിട്ട് ഈ കുറേ എണ്ണം കയറി, അതായത് എസ്പെഷ്യലി സായി കയറി കഴിഞ്ഞാണ് സിജോ ഇത്രയും മോശമായിട്ട് കൂട്ടുകൂടി കളിക്കാൻ തുടങ്ങിയതും പ്ലാനിങ്ങും എല്ലാം തുടങ്ങിയതോടുകൂടെ സിജോയുടെ അതോ ഗതിയായി. ബിഗ് ബോസ് തന്നെ നശിപ്പിച്ചത് സായിയാണ്. അതെ, സത്യം. ഇത്തവണത്തെ ഈ ഒരു സീസൺ 6 തന്നെ കളഞ്ഞത് സായിയുടെ എൻട്രിയാണ്. ഇതുപോലെ കളിക്കുന്ന ആൾക്കാരെ കൂടെ കളിക്കാതെ എല്ലാവരും ഓരോ മൂലയിലിരുത്തി എല്ലാവരും ചർച്ചയും ഒരു പരഗുണവും ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിലാക്കി കളഞ്ഞത്. ഈവൻ ആ പെട്ടിയുടെ ആ പൈസ വന്ന ആ ടാസ്ക് വരെ സായി നശിപ്പിച്ച് കൈ കൊടുത്തു. സായിക്ക് പക്ഷെ എന്തുകൊണ്ടും ലാഭമാണ് ഉണ്ടായത്. പക്ഷെ അതുകൊണ്ട് ഇപ്പം നോക്ക്, സിജോയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, വേറെ അതിൻ്റെ അകത്തൊരു വലിയ ഇതെന്ന് പറഞ്ഞാൽ സിജോയെയും ശ്രീധുവിനെയും കൂടെ നിർത്തിയിട്ട്. അപ്പൊ സിജോയ്ക്ക് യാതൊരുവിധ ക്ലൂ ഇല്ല സിജോ പോകുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഇല്ല. പുള്ളി ഫുൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്, എനിക്ക് കിട്ടും, ഞാൻ കയറും എന്നുള്ളത്. ശ്രീധു ഫുള്ളി ലോസ് ആയിട്ട് നിൽക്കുക. കാരണം പുള്ളിക്കാരി വിചാരിച്ചേക്കുന്നത് ഞാൻ പോകും, എനിക്ക് വീട്ടിൽ പോകാൻ ടൈമായി എന്നുള്ള രീതിയിലാണ് ശ്രീധു നിൽക്കുന്നത്. പക്ഷേ സിജോയുടെ ആ ഒരു നിങ്ങൾക്ക് കാണാം, ആ ഒരു മറ്റേ ആ ത്രാസ് ഇങ്ങനെ താഴേക്ക് വന്നപ്പോഴത്തേക്കും സിജോയുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറി, തീർച്ചയായി പോകും എന്നുള്ളത്. പക്ഷേ അത് സിജോ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ ആ രണ്ടാമത് ഇതെല്ലാം കണ്ടിട്ട് കയറി വന്നപ്പോൾ ഈ കൂട്ട് വെച്ചിട്ട് കളിക്കാൻ പാടില്ലായിരുന്നു. ഈ പ്ലാനിങ്ങും ഒന്നുമായിട്ട് സായിയുടെ പുറകെ സായി എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ കൂട്ടുപിടിച്ച് കളിച്ചത്. അതോടുകൂടിയാണ് സിജോയുടെ അധോഗതി തുടങ്ങിയത്. വേറെ ഒരു പാളിച്ചയും അല്ല, അല്ലെങ്കിൽ സിജോയോട് വേറെ ആൾക്കാർക്ക് വേറെ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഈ ഒരു പ്ലാനിങ് കളിയും പെങ്ങളുകുട്ടിക്കളിയും ഒക്കെ തുടങ്ങിയ പിന്നെയാണ് വെറുതെ മോനെ എന്നും പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്ന് അതൊക്കെയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കിയത്. നമ്മൾ അതിനല്ലല്ലോ അവിടെ വന്നേക്കുന്നത്. അപ്പം ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനല്ലേ, അതാണ് അവിടെ നടന്ന സംഭവം. അത് ശരിക്കും ആ ചെറുക്കന് അതൊരു വലിയ അടിയായി പോയിട്ടുണ്ട്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, പുള്ളി നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഇതായിട്ട് വന്നതാണ്. അതെ, അത് ശരിക്കും ഒരു അടിയായി പോയി പുള്ളിക്ക്. ഡയറക്റ്റ് മോഹൻലാലിന്റെ അടുത്ത് ചെന്നതൊക്കെ അത് പുള്ളിക്ക് ഡയറക്റ്റ് നമുക്ക് മോഹൻലാലിനെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇതാണ്. പക്ഷെ ഇങ്ങനെ ഔട്ടായിട്ട് അന്ന് ചെന്ന് ബർത്ത്ഡേയുടെ അന്ന് കാണുക എന്നൊക്കെ പറയുന്നത് അത്ര രസമുള്ള കാര്യമല്ല. അത് പുള്ളിക്ക് ഒരു വലിയൊരു പ്രയാസമായി പോയിട്ടുണ്ട്. സത്യത്തിൽ ശ്രീധു കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും വെറുപ്പ് സമ്പാദിക്കും ഇവിടെ നിന്നുകൊണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ശ്രീധുവിനെ ഇട്ട് പ്രാഗി കൊല്ലുകയാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്റെ മനസ്സിൽ വിചാരിക്കും, കൊച്ചു ഇത് എന്ത് കാണിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. എത്ര കണ്ടസ്റ്റൻസ് ഈ ഒരു കൊച്ചു കാരണം, മീൻസ് ഈ ഒരു കൊച്ചു കാരണം എന്നല്ല, ഈ ശ്രീധു കാരണം എന്താ പറയുന്നത്, ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ അർഹതയുള്ളത് അപ്സര, അൻസിബ, ജാൻമണി, പിന്നെ ആരായിരുന്നു ഈ സിജോ, ഇവരെത്ര പേർക്ക് അർഹതയുള്ള, ഇവൻ അർജുന്റെ പൊസിഷനിലാണേലും ശ്രീധുവിന്റെ പൊസിഷനിലാണേലും നിൽക്കാനായിട്ട് അർഹതയുള്ള എത്ര പേരുണ്ടായിരുന്നു. അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ രണ്ട് വ്യക്തികൾ അവിടെ നിൽക്കുന്നതിൽ യാതൊരുവിധ നമ്മൾക്കൊരു അതിന്റെ ഒരു ഇത് തോന്നുന്നില്ല, അതിന്റെ ഒരു യുക്തി തോന്നുന്നില്ല ഈ രണ്ട് വ്യക്തികൾ. പിന്നെ അർജുൻ ഈ ഇടയ്ക്കായിട്ടൊക്കെ എന്തൊക്കെയോ കാട്ടായങ്ങളൊക്കെ കാണിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്രീധു എന്തിനാണോ എന്നറിയത്തില്ല, ഇങ്ങനെ പോയാൽ എന്നാകും അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു ഇതും ഇല്ലാത്ത ഒരു വ്യക്തി. ഇപ്പൊ ടോപ്പ് 5 ഇപ്പൊ 6 പേരുണ്ട്, പക്ഷേ ടോപ്പ് 5 ശ്രീധു കയറുവാണ്, അർജുനും കയറുവാണ്, ഒരു ഇതും ഇല്ല. അത് നമ്മൾ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പൊ സിജോ അത്രയും പെർഫോം ചെയ്ത് അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വന്ന സിജോയും ഔട്ടായിപ്പോയി.
ഇനിയിപ്പം പിന്നെ ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നടന്നത് അർജുൻ്റെ കരച്ചിലാണ്. ഞാനിത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു, ഈ അർജുൻ എന്തിനാണോ കരയുന്നത്? ഇവൻ സിജോയ്ക്ക് വരെ അത്ഭുതമായിപ്പോയി, ഇവൻ എന്തിനാ കരയുന്നത്? കാരണം ഇവർ തമ്മിൽ അങ്ങനെ വലിയ കണക്ഷൻ ഉള്ളതായിട്ടൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അർജുൻ വാ തുറന്നിട്ട് വേണ്ടേ കണക്ഷൻ കാണിക്കാനായിട്ട്. അർജുന് ശ്രീധുവിൻ്റെ അടുത്ത് പോയിരുന്നോണ്ട് മുട്ടി ഉരുമി എന്തേലും ഇങ്ങനെ, ഇവൻ ശ്രീധുവിൻ്റെ അടുത്താണെങ്കിലും പോയി ഹേ ഹൂ ഹാ എന്ന് വെക്കുന്ന അല്ലാതെ സിജോയുടെ അടുത്തൊന്നും ഒന്നും നേരെ മിണ്ടി പോലും കണ്ടിട്ടില്ല. ഒരു തവണ എങ്ങാണ്ട് ഒന്ന് തേങ്ങുന്നതിൻ്റെ ഇടയിൽ സിജോ പോയി ചോദിക്കുന്നത് ഒരു സീൻ കാണിച്ചു. അല്ലാതെ ചുമ്മാ അതൊക്കെ എനിക്ക് തോന്നുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ഇനി സിജോയുടെ ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. അപ്പം അത് മാത്രമല്ല, ഈ ശ്രീധു ഇന്നായി കഴിഞ്ഞിട്ട് ശ്രീധുവിനോട് ഇത്ര വലിയ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആളാണെങ്കിൽ ശ്രീധു ഇന്നായതിന് ശ്രീധുവിനെ അറ്റ്ലീസ്റ്റ് ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാമല്ലോ. അത് പോകുമെന്നാണ് വിചാരിച്ചത്. ഇന്നലെ മോതിരമൊക്കെ പെറുക്കി കൊടുക്കുന്ന കണ്ടു ശ്രീധു, അതൊക്കെ വിരലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ശ്രീധു പോകാത്തതിന് ആ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കാമല്ലോ. ഇത് അതൊന്നുമല്ല, സിജോ പോയതിന്. അപ്പം ഈ പുള്ളിയുടെ ഉദ്ദേശം ശരിക്കും പിടികിട്ടിയില്ല. സിജോ പോയതിന് കരയുന്നു, ശ്രീധു അവിടെ നിൽക്കുന്നതിന് ഓർത്ത് സന്തോഷിക്കുന്നുമില്ല. അപ്പം പക്ഷെ എനിക്ക് പുള്ളിക്കാരന്റെ ആഗ്രഹം ശ്രീധു പോകണമെന്നായിരുന്നു തോന്നുന്നു. മേ ബി അങ്ങനെ ആയിരിക്കണം. കാരണം ഇതൊരു കോമ്പോ ട്രാക്ക് ആകുമ്പോഴത്തേക്കും ഇനി കുറച്ച് കഴിയുമ്പം രണ്ടുപേരെ ഇഷ്ടമുള്ളത് വോട്ട് സ്പ്ലിറ്റ് ആയി പോവുക, അങ്ങനെയൊക്കെ ഉള്ള, അതായത് കള്ളത്തരമാണ്, ഫേക്കാണ് അർജുൻ കാണിക്കുന്നത്, ഫേക്കാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലത്തെ കരച്ചില്. ആ ഒരു വലിയ പിടിവിട്ടുള്ള കരച്ചിലിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു, വളരെ നോർമലായിട്ട്. കാരണം സിജോയ്ക്ക് അതിലും അറ്റാച്ച്മെന്റ് ഇപ്പം അഭിഷേകും ബാക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഋഷിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അർജുൻ അവിടെ കിടന്ന് വലിയ തലകുത്തി പറഞ്ഞാൽ അത് ചുമ്മാ ഫേക്കാണ്. അർജുനെ ഇപ്പം നിൽക്കാനായിട്ട് പഠിച്ചു, അർജുനെ അറിയാം എങ്ങനെ. അതാണ് അർജുൻ ഇവിടം വരെ എത്തിയത്. കാരണം ആ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി അനങ്ങാതെ ഒരു സൈഡിൽ കൂടെ ഈ രണ്ടുപേര് അർജുനും ശ്രീധുവും അങ്ങനെ ഇവിടം വരെ എത്തി. ഇനിയുള്ള ബിഗ് ബോസിലേലും ഇങ്ങനെ പമ്മി പതുങ്ങി പാത്ത് വരുന്നവരെ നിങ്ങൾ വെച്ച് പൊറുപ്പിക്കരുത്, ഔട്ടാക്കി ആദ്യമേ അങ്ങ് വിട്ടേക്കണം. ഇപ്പൊ കണ്ടില്ലേ, അത്രയും കഷ്ടപ്പാട് സഹിച്ച് ആ ചെറുക്കനും പോയി. ഇനിയിപ്പം ടോപ്പ് 5 ഇങ്ങനെ പോയാന്ന് ആലോചിച്ച് നോക്കിയേ. അർജുനും ശ്രീധുവും ആരേലും ഒരാള് മോഹൻലാലിന്റെ ഒരു സൈഡ് നിൽക്കുക, ഇപ്പം ജിൻഡോയോ ജാസ്മിനോ വേറൊരു സൈഡിൽ, എല്ലാവരും കൂടെ ഈ നല്ലതായിട്ട് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് അർജുനും ശ്രീധുവിനും കയറി വോട്ട് ചെയ്തേച്ച് പഴയതുപോലെ തന്നെ ജിൻഡോയും ജാസ്മിനും അവരാരെങ്കിലും തോറ്റുപോയി കഴിഞ്ഞാൽ അവർക്ക് കപ്പ് കിട്ടിയില്ലാത്ത അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ജിൻഡോയ്ക്ക് ഫാൻസ് കൂടുതലാണ് അല്ലെ ജാസ്മിന് ഫാൻസ് കൂടുതലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രണ്ട് വ്യക്തികൾ മോഹൻലാലിന്റെ ഏതെങ്കിലും ഒരു സൈഡ് വന്ന് ഇത്രത്തോളം അവർ നിന്നതെങ്കിൽ ഇനിയും ആൾക്കാർ വോട്ട് ചെയ്ത് അവരെ തന്നെ മുന്നോട്ട് ഇങ്ങനെ കയറ്റും. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനെല്ലാം ഇത്രയും നാൾ ബിഗ് ബോസ് കണ്ടതിന് നമ്മുടെ സമയം വെറുതെ കളഞ്ഞതുപോലെ ആകും. ഈ ജിൻഡോയും ജാസ്മിനും ഒക്കെ ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ടത് വെറുതെ. സിജോയുടെ എല്ലാം വെറുതെ, ആ ഇടി കൊണ്ടത്, ആ ചെറുക്കൻ്റെ വായിക്കകത്ത് 3-4 സ്ക്രൂ ഇട്ടതും ഒക്കെ വെറുതെ വേസ്റ്റ് ആയിപ്പോയി, ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി. അപ്പം അതുപോലെ തന്നെ ആയിപ്പോകും ഈ അർജുനെയും ശ്രീധുവിനെയും. ഇനി നിങ്ങളിങ്ങനെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കപ്പും അവർ തന്നെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് അവരോട് വ്യക്തി വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. അർഹതയില്ല എന്ന് പറഞ്ഞാൽ അർഹതയില്ല. അർഹതയുള്ളത് ഇപ്പം നിലവിൽ നിൽക്കുന്നതിൽ ജിൻഡോയ്ക്കും ജാസ്മിനും മാത്രമേ അർഹതയുള്ളൂ, വേറെ ആർക്കും അർഹതയില്ല. ഇവൻ ഒരാളൂടെ ഉണ്ടല്ലോ, അഭിഷേകിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, ടിക്കറ്റ് ഫിനാലെ ഒക്കെ കിട്ടി. പക്ഷെ അഭിഷേക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ നന്ദനയുടെ കാര്യം അനിയത്തിയെ പോലെയാണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് അത് വലിയ നല്പ് തോന്നുന്നില്ല. അത് എന്തിനാ അതങ്ങനെ പറയുന്നത്? അങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. അഭിഷേക് നന്നായിട്ട് കളിച്ചു, അതുകൊണ്ട് ടിക്കറ്റ് ഫിനാലയിൽ എത്തി. ഓക്കെ, അധികം വാ തുറക്കുന്നില്ല. വാ തുറക്കുന്നത് എന്തിനാ? നന്ദന നല്ലതാ, എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാര്യം പറയുന്നത്? വെളിയിൽ ഇറങ്ങിയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഇനി ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കട്ടെ, അല്ലാതെ ഇനി നന്ദനയുടെ ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് പറയേണ്ട കാര്യമില്ല. അഭിഷേകിന് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പൊ ആൾക്കാർക്ക് ആ അഭിഷേകിന്റെ കാര്യം അധികം ആരും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. കാരണം അഭിഷേക് ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് ഇപ്പോഴും ആഗ്രഹം ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ, ഇവർ രണ്ടുപേരും അത്രയും കഷ്ടപ്പെട്ട രണ്ടുപേരാണ്. അവർക്ക് അതാണ് ഏറ്റവും വലിയ അടുത്ത പ്രശ്നം. ആ ചെറുക്കൻ കയറി കഴിഞ്ഞാൽ ജാസ്മിൻ പണ്ടത്തേതുപോലെ വേൾസ് ആയി പോവുമോ, അതുപോലെ ആൾക്കാരെല്ലാം നെഗറ്റീവ് അടിക്കുമോ എന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിന്റെ വോട്ട് താഴെ പോയിട്ട് ഒരു സൈഡിൽ മോഹൻലാലിന്റെ സൈഡിൽ ശ്രീധു വന്ന് നിൽക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ജാസ്മിന്റെ ഫാൻസ് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ആരെങ്കിലും അക്കൊച്ചിനൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, മീൻസ് ഈ റീഎൻട്രി ആകുന്ന ആൾക്കാർ ആരെങ്കിലും ഒന്ന് പറഞ്ഞതിന് കൊടുത്തിരുന്നെങ്കിൽ ഗബ്രിയായിട്ട് അധികം ഇതിന് പോകരുത്. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, ആ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും സമയമുണ്ട്. ഈ ഒരാഴ്ച നീ കൺട്രോൾ ചെയ്ത് നിൽക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിന്നാകാം. ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും അർജുനോ ശ്രീധുവോ
പുള്ളിയുടെ അടുത്ത് മോഹൻലാലിൻ്റെ അടുത്ത് കപ്പിന് ചെന്ന് നിൽക്കും, അല്ലാതെ ജാസ്മിൻ്റെ ഗ്രേഡും താഴെ പോകും. അപ്പം അത് ഒരു ടെൻഷനാണ്. ഇനി ഗബ്രി വന്നു കഴിയുമ്പോൾ അറിയാം ജാസ്മിൻ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ഗബ്രി വന്നിട്ട് അങ്ങോട്ട് ചാടാനായിട്ട്. ഇന്നലെ പറഞ്ഞു എനിക്ക് എന്തുവായിരുന്നു ഏറ്റവും അടുപ്പം അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് പറയുവാണ് ഗബ്രിയാന്ന് പറഞ്ഞു. എന്തുവാണോ ആ കൊച്ചു എനിക്കറിയത്തില്ല എന്നതാണോ എത്ര തവണ. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ജാസ്മിൻ എത്ര നല്ലതാ, അപ്പനാണെ വന്ന് പറഞ്ഞ് ഫോട്ടോയും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ആ കൊച്ചു പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല, വളരെ നല്ല രീതിയിലാണ് നിന്നത്. ഇപ്പം പിന്നെ ശ്രീധുവിൻ്റെ അമ്മ വന്ന് ഇത്രയും ക്ലൂ കൊടുത്തിട്ടും ശ്രീധു പിന്നെയും അർജുൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. അപ്പം കാരണം ശ്രീധുവിനറിയാം ഇതാണ് നല്ലതെന്നറിയാം, സേഫ് അതാണെന്നറിയാം. അപ്പം ജാസ്മിൻ അങ്ങനെ നന്നായിട്ട് നിന്നിട്ട് പെട്ടെന്ന് പിന്നെയും ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ചാടേണ്ട കാര്യമില്ലായിരുന്നു. സമയമുണ്ട്, കാരണം ഇത് കഴിഞ്ഞിട്ടാണേലും മതിയായിരുന്നു. ഇനിയിപ്പം അറിയത്തില്ല ജാസ്മിൻ്റെ ഗ്രേഡ് താഴോട്ട് പോകുമെന്ന് അറിയത്തില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മോഹൻലാലും പറഞ്ഞു വോട്ട് അർഹതയുള്ളവർക്ക് കൊടുക്കുക എന്ന്. അത് തന്നെ പറയാനുള്ളൂ, അർഹതയുള്ളവർക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.